വിശകലനങ്ങളുമായി പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് പൊതു സ്ഥാനാർത്ഥികൾ സീറ്റ് വിഭജനത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുമ്പോൾ പൊതു സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത് അതേത് തരത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ്. സെപ്റ്റംബറിൽ മുംബൈയിലാണ് സമ്മേളനം നടന്നത്. അന്ന് ബി.ജെ.പി. ഭരിക്കുന്നതോ അല്ലെങ്കിൽ അവർ മുഖ്യ പ്രതിപക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു പ്രഖ്യാപനത്തിലേക്കും എല്ലാ കാര്യങ്ങൾ കടന്നുപോയതാണ്. അന്ന് കേരളവും പഞ്ചാബും ബംഗാളും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ 100ഓളം സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ കടന്നിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ പ്രഖ്യാപനങ്ങൾക്കും ഈ ആക്ഷൻ പ്ലാനുകൾക്കും ഒന്നും ഒരു ഫലം കാണാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും ഈ കിരൺ ബാബു, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, നാളെ എം.പിമാരുടെ സസ്പെൻഷനെതിരായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം ജന്തർ മന്ദറിലേക്ക് കടക്കാനൊക്കെ ഒരുങ്ങുന്നു. ബഹുജന സമ്പർക്ക പരിപാടിയിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്നു. ആ രീതിയിലുള്ള വലിയ ക്യാമ്പയിനുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സമയമാണ്. കാതലായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചോദ്യം. അപർണ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് NDA സഖ്യത്തെ നേരിടാൻ പര്യാപ്തമായ ഒരു മുന്നണിയാണ്. NDA സംബന്ധിച്ച് കഴിഞ്ഞ തവണ അടക്കം 38% വോട്ട് ഷെയറാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ മുട്ടാൻ വേണ്ടിയുള്ള BJPക്കോ അല്ലെങ്കിൽ BJPയുടെ മുന്നണിക്കോ ലഭിക്കാവുന്ന തരത്തിലേക്ക് തന്നെ അവർക്ക് ഒത്ത വോട്ട് ഷെയറൊക്കെ ഉള്ള പാർട്ടികളൊക്കെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ ചെറുകിട പാർട്ടികളും കൂടി ചേർന്നിട്ടുണ്ടാകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടല്ല. ഒരിക്കലും ഒരു പാർട്ടിക്ക് 10%, മറ്റു പാർട്ടിക്ക് 17% വോട്ട് കിട്ടിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടിയും ചേർന്നാൽ 27% എന്ന് ആവണമെന്നില്ല. ചിലപ്പോൾ അത് വല്ലാതെ കുറഞ്ഞു പോകാം, ചിലപ്പോൾ കൂടിയുമൊക്കെ വരാം. അതുകൊണ്ട് ഈ ശതമാനക്കണക്കിനൊക്കെ ഒരു പരിധിവരെ മാത്രമേ അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് വിലയിരുത്താൻ സാധ്യമാവും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം BJPക്കെതിരെ യോജിച്ചു നിൽക്കുന്നു എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമാവും. അത്തരമൊരു ഭരണം മാറുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ അല്ലെങ്കിൽ ശക്തമായ മത്സരത്തിലേക്കാണ് നിൽക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കാൻ സ്വാഭാവികമായും കഴിയും. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പാർട്ടികൾക്കൊക്കെ BJP വിരുദ്ധ ചേരിയിൽ യോജിക്കാൻ കഴിയും. പക്ഷേ സീറ്റ് ഷെയറിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഈ ഷെയറിങ് വലിയ കീറാമുട്ടയായി മാറുകയും ചെയ്യും. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇങ്ങനെ ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യസാധ്യതയിലേക്കൊക്കെ വരുന്നു. അതൊരു ഔദ്യോഗികമായ സഖ്യസാധ്യത അല്ലെങ്കിലും ഒരു സഹകരണം എന്ന് പറയാം, പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല അതിനപ്പുറത്തേക്ക് NDA പോലെ UPA പോലെ അതൊരു സഖ്യമല്ല. അങ്ങനെ ഒരു ധാരണയിലേക്കൊക്കെ വരുന്നു. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാക്കളെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തന്നെ, തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അടക്കമുള്ളവർ ഇവർക്കൊപ്പം ചേരുന്നു. മറ്റ് ചെറുകിട പാർട്ടികളൊക്കെ JDU നിതീഷ് കുമാർ, ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ ചേരുന്നു. CPM-ഉം CPI അടക്കമുള്ള പാർട്ടികൾ ചേരുന്നു. അത്തരം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കെജ്രിവാൾ ചേരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഇവർ. അങ്ങനെ ആഗ്രഹത്തിന്റെ ഫലമായി കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നു. അവിടെ വന്നപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എന്താണ് ചെയ്തത്? അവിടെ കോൺഗ്രസ് ഇത്തരം ഒരു സീറ്റ് ഷെയറിങ്ങിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭാഗമായി മത്സരത്തിനൊന്നും തയ്യാറായില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സഖ്യം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് തുടക്കത്തിൽ തന്നെ അവർ തീരുമാനിച്ചിരുന്നു BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്ത് അങ്ങനെ തന്നെ അവർക്ക് തുടരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയും BJPയുമാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അവിടെ ആ തരത്തിൽ തുടരാം. അതല്ല, BJPക്കെതിരെ BJP വോട്ടുകൾ ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്ത കക്ഷികളും നിൽക്കുകയാണെന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് UP എടുത്തു കഴിഞ്ഞാൽ UPയിൽ എങ്ങനെയാണ് BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു, SP ഒരു ഭാഗത്ത് നിൽക്കുന്നു, കോൺഗ്രസ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി ഈ 2 മുന്നണിയിലും ഒന്നും പെടാത്ത BSP മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ വോട്ട് ഛിന്നഭിന്നമായി പോകാതെ, വോട്ട് വിഭജിച്ചു പോകാതെ ഒരുമിച്ച് നിർത്താൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ വെക്കണമെന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പോര് നടക്കുന്നത്. മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുകൾ. അവിടെയും മുഖ്യ പോര് നടക്കുന്നത് കോൺഗ്രസും BJPയുമായിട്ട് നേരിട്ട് തന്നെയാണ്. മറ്റു സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ 17 ലോക്സഭാ സീറ്റുകൾ. അവിടെയും മുഖ്യ പോര് നടക്കുന്നത് കോൺഗ്രസും BJPയുമായി തന്നെയാണ്. തെലങ്കാനയിൽ മാത്രമാണ്, തെലങ്കാനയിൽ BRS എന്ന് പറയുന്നത് പഴയ TRS ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി. അവിടെ BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു, TRS വേറെ ഭാഗത്ത് നിൽക്കുന്നു, കോൺഗ്രസ് മറുഭാഗത്ത് നിൽക്കുന്നു. TRS മുഖ്യ എതിരാളിയാകുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇന്ത്യ സഖ്യത്തിന് സാധ്യത വരുന്നില്ല. കോൺഗ്രസ് പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ
പി അടക്കം മധ്യപ്രദേശിൽ അങ്ങനെ ഒരു സഖ്യത്തിന് ആഗ്രഹിച്ചാണ്. എസ് പിക്ക് അവിടെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ചില സീറ്റുകളിലൊക്കെ നിർണായകമായ എസ് പിയുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴത്തെ നിലയിൽ നിന്ന് 5-10 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടായി. ഭരണമൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ കോൺഗ്രസ് അവിടെ തയ്യാറായില്ല, ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുക, ഞങ്ങൾ തമ്മിൽ മത്സരിക്കുന്നിടത്ത് അങ്ങനെ സീറ്റ് ഷെയറിംഗ് വേണ്ടതില്ല. അവസാനം അഖിലേഷ് യാദവിനെ കുറിച്ച് അഖിലേഷ് ബിഗിലേഷ് എന്ന മട്ടിലൊക്കെയാണ് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത്. അവിടെ കമൽനാഥ് പ്രതികരിച്ചത് അത് വലിയ സഖ്യത്തിനിടയിൽ വലിയ വിള്ളലിനൊക്കെ എടുക്കുന്നു. അതിനിടയിലുള്ള ഒരു യോഗം തന്നെ ഇവർ മാറ്റിവെച്ചു. അവസാനം കോൺഗ്രസ് ഈ 3 സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ട ശേഷമാണ് ഇത്തരമൊരു യോഗത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് യോജിച്ചു പോകാൻ കഴിയും, അല്ലെങ്കിൽ യോജിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവർക്ക് സീറ്റ് ഷെയർ ചെയ്യാൻ കഴിയണം. ഇന്ന സ്ഥലത്ത് മത്സരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നെങ്കിൽ കോൺഗ്രസ് ഇത്ര സീറ്റിൽ മത്സരിക്കുന്നു, അത് ഇന്ന സീറ്റുകളിലാണ്. എസ് പി ഇത്ര സീറ്റിൽ മത്സരിക്കുന്നു, അത് ഇന്ന സീറ്റുകളിലാണ്. ഇത് മുൻകൂട്ടി തീരുമാനിച്ച് കോമൺ സ്ഥാനാർത്ഥി ഉണ്ടാകാതെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം കൊണ്ടുപോയി ഒരു സഖ്യം തട്ടിക്കൂട്ടി വെച്ചാൽ ലേച്ച് കെട്ടിയാൽ മുഴിച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നത് പോലെ ആ തരത്തിലേക്കാണ് സഖ്യം പോകുന്നതെങ്കിൽ ഈ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ദുർബലമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയുന്ന ഒരവസ്ഥ. ജനുവരി 25-നകം പൊതു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നുള്ള ഒരു അവകാശവാദമൊക്കെയാണ്. അപ്പൊ ഈ 110 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് 28 ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്.